നമ്മുടെ വീട്ടിലെ പിള്ളേരെ ആരെങ്കിലും വഴിതെറ്റിക്കാൻ നോക്കിയാൽ ആരായാലും ഇടപെടില്ലേ? തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവ് അതേ ചെയ്തുള്ളൂ. ആദർശിന്റെ ബന്ധുവായ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ അയൽവാസിയായ രതീഷ് നിർബന്ധിച്ച് മദ്യം നൽകി. ഇതറിഞ്ഞ ആദർശ് രതീഷിനെ ചോദ്യം ചെയ്തു. പിന്നെ അക്രമവും കൊലവിളിയുമായി. ആദർശിനെ കഴുത്തുമുറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെന്നാണ് പോലീസ് പറയുന്നത്. മാരായമുട്ടം കൊടിത്തൂക്കിമല സ്വദേശി രതീഷ് എന്ന 24-കാരനെയാണ് മാരായമുട്ടം SHO സജീവ് ദേവരാജനും സംഘവും അതിസാഹസികമായി പിടികൂടിയത്. ശനിയാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊടിത്തൂക്കിമല സ്വദേശി ആദർശിന്റെ കഴുത്താണ് രതീഷ് അറുത്തത്. ആദർശിന്റെ കഴുത്തിൽ 10-ലധികം തുന്നിക്കെട്ടലുകൾ ഉണ്ട്. ചേട്ടൻ്റെ മോനെ വിളിക്കാൻ പോയി. അച്ഛൻ വിളിക്കാൻ പോയപ്പോൾ ഇവൻ്റെ ഇടയ്ക്ക് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ വിളിച്ചപ്പോൾ വരൂല്ലെന്ന് പറഞ്ഞു. പേടിച്ചാണ് വരൂല്ലെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ കഴിക്കാതെ കൈയും കഴിയും ഇറങ്ങിപ്പോയി വിളിച്ചപ്പോഴാണ് ഇവിടെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് അവനെ ഇടിയും കൊടുത്ത് അവ ഏത് വഴിക്ക് ഓടി ഇവിടെ എത്തി. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വണ്ടി എടുത്ത് താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളായി. അങ്ങനെ വാക്ക് തർക്കം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കത്തിയെടുത്ത് വെട്ടി. ആദർശിന്റെ സഹോദരന്റെ പ്രായപൂർത്തിയാകാത്ത മകന് രതീഷ് നിർബന്ധിച്ച് മദ്യം നൽകുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞ രതീഷ് ഇത് ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. സ്ഥലത്തെ ക്രിമിനൽ സംഘങ്ങളുടെ പ്രധാന നേതാവാണ് പിടിയിലായ രതീഷ്. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നതും അവരുടെ കയ്യിലെ പണവും മൊബൈൽ ഫോണുകളും പിടിച്ചു പറിക്കുന്നതും പതിവാണ്. ഇത്തരമൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസവും അരങ്ങേറിയത്. പിടിയിലായ രതീഷിനെതിരെ ലഹരി ഇടപാടുകൾക്ക് പുറമെ നെയ്യാറ്റിൻകര എക്സൈസ് സംഘത്തെ മർദ്ദിച്ചതടക്കം നിരവധി കേസുകൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഉള്ളതായും പോലീസ് പറഞ്ഞു. ഡിയാനെ കുറിച്ച് ഞങ്ങൾ തിരക്കിയപ്പോൾ അയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അയാൾ മാരായമുട്ടം പോലീസ് സ്റ്റേഷനിൽ തന്നെ 2-3 കേസുകളിൽ ഇതിനു മുമ്പേയും പ്രതിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അയാൾ എക്സൈസിനെയും ഒക്കെ ആക്രമിച്ച കേസിലും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇയാൾക്ക് കേസുകൾ ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.